നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഈ 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് കേട്ടാൽ കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, റിഡോക്സ് റിയാക്ഷൻസ്. ഇതിൽ ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും റിഡോക്സ് റിയാക്ഷനും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ എക്സാമ്പിൾസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം, നല്ലതായിരിക്കും. അപ്പൊ ഈ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും കോമ്പിനേഷൻ ഏതോ കമ്പൈൻ ചെയ്ത് ഏതോ ഫോം ആവും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു വേർഡിൽ നിന്ന് കിട്ടും. അപ്പൊ കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഞാൻ കാൽഷ്യം ഓക്സൈഡ് എടുത്ത് ഈ കാൽഷ്യം ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ആവും, പ്ലസ് ഹീറ്റും പ്രൊഡ്യൂസ് ആവും. ഈ കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ ക്യുക്ക് ലൈം എന്നും പറയും, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ സ്ലേക്കഡ് ലൈം എന്നും പറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക, ക്യുക്ക് ലൈം, സ്ലേക്കഡ് ലൈം. ഇതിൽ നോക്കുക, 2 റിയാക്ടന്റ് ഒരു പ്രോഡക്റ്റ്. When 2 or more reactant combine to form a single product, it is called combination reaction. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇതിൽ 2 റിയാക്ടന്റ് ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു റിയാക്ടന്റ്, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. Fe2SO4 ഒരു റിയാക്ടന്റ് സ്പ്ലിറ്റ് ചെയ്ത് നിറയെ പ്രോഡക്റ്റ് ഫോം ആയിടും, 2 or more പ്രോഡക്റ്റ് ഫോം ആയിടും. ഇപ്പൊ Fe2SO4നെ ഞാൻ ഇപ്പൊ ഹീറ്റ് ചെയ്യാണ്. Fe2SO4 എന്ന് പറഞ്ഞാൽ ഫെറസ് സൾഫേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും അത് വന്ന് Fe2O3 പ്ലസ് SO2 പ്ലസ് SO3 പ്രൊഡ്യൂസ് ആയിടും. Fe2O3 എന്ന് പറഞ്ഞാൽ ഫെറിക് ഓക്സൈഡ് പ്ലസ് SO2SO3 എന്ന് പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും. അപ്പൊ ഫെറസ് സൾഫേറ്റിനെ ഹീറ്റ് ചെയ്താൽ ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും നമുക്ക് കിട്ടും. ഇവിടെ നോക്കുമ്പോഴത്തേനും ഒരു റിയാക്ടന്റ് 2 or more പ്രോഡക്റ്റ്. സോ ദിസ് ഈസ് കാൾഡ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇതുകൊണ്ട് തന്നെയാണ് കോമ്പിനേഷൻ റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനെയും ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇത്. ഇവിടെ 2 റിയാക്ടന്റ് 1 പ്രോഡക്റ്റ്, ഇവിടെ ഒരു റിയാക്ടന്റ് 2 or more പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം, വൈ കോമ്പിനേഷൻ ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതാണ് റീസൺ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ പറയാം. Fe അയൺ പ്ലസ് CuSO4 കോപ്പർ സൾഫേറ്റ് gives FeSO4 പ്ലസ് Cu. ഇതില് കോപ്പറിന്റെ പ്ലേസിൽ അയൺ വന്നു, അയണിന്റെ പ്ലേസിൽ കോപ്പർ വന്നു. In a reaction in which a more reactive element is displaced by less reactive element, this is called displacement reaction. ഒരു മോർ റിയാക്റ്റീവ് എലമെന്റിന്റെ പ്ലേസിൽ ഒരു ലെസ് റിയാക്റ്റീവ് എലമെന്റ് വരും. അല്ലെങ്കിൽ ഇപ്പൊ Fe എന്ന് പറയുമ്പോഴത്തേനും മോർ റിയാക്റ്റീവ് എലമെന്റ് ആണ്. അതിന്റെ പ്ലേസിൽ കോപ്പറിന്റെ പ്ലേസിൽ മോർ റിയാക്റ്റീവ് എലമെന്റ് വന്നു, അയൺ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു എലമെന്റ് ഡിസ്പ്ലേസ് ആയാൽ ആ പറയുന്ന റിയാക്ഷന്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി അതേപോലെ തന്നെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഈ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. Na2SO4 പ്ലസ് BaCl2. Na2SO4 എന്ന് പറയുമ്പോൾ സോഡിയം സൾഫേറ്റ് റിയാക്ട് വിത്ത് ബേരിയം ക്ലോറൈഡ് ടു ഫോം സോഡിയം ക്ലോറൈഡ് പ്ലസ് ബേരിയം സൾഫേറ്റ്. ഇവിടെ നോക്കുക, എണ്ണയുടെ പ്ലേസിൽ Ba വന്നു, Baയുടെ പ്ലേസിൽ Na വന്നു. 2 അയോൺസ് വന്നിട്ട് ഇവിടെ എക്സ്ചേഞ്ച് ആയി. ഇൻ എ റിയാക്ഷൻ ഇൻ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് 2 അയോൺസ് ടേക്സ് പ്ലേസ്, ഇറ്റ് ഈസ് കാൾഡ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പൊ നിങ്ങൾ മറക്കരുത്, എല്ലാ റിയാക്ഷനും വിത്ത് എക്സാമ്പിളിന്റെ കൂടെ തന്നെ എഴുതണം. ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനിൽ പേര് പോലെ തന്നെയാണ്, ഇത് 2 റിയാക്ഷന്റെ കോമ്പിനേഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ റിയാക്ഷൻ എന്ന് കേട്ടാൽ റിഡക്ഷൻ പ്ലസ്
oxidation. Reduction plus oxidation is called redox reaction. ഈ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ഓക്സിജൻ റെഡ്യൂസ് ചെയ്താൽ അതിനെ റിഡക്ഷൻ എന്ന് പറയും. ഒരു റിയാക്ഷനിൽ ഓക്സിജൻ ആഡ് ചെയ്താൽ അതിനെ ഓക്സിഡേഷൻ എന്ന് പറയും. Adding of oxygen in a chemical reaction is called oxidation. Removal of oxygen from a chemical reaction is called reduction എന്ന് പറയാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോപ്പർ ഓക്സൈഡ്, CuO എന്ന് പറഞ്ഞാൽ കോപ്പർ ഓക്സൈഡ്. കോപ്പർ ഓക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം കോപ്പർ പ്ലസ് വാട്ടർ. നമുക്കറിയാം ഒരു കോപ്പർ എന്ന് പറയുമ്പോഴത്തേനും നല്ല ഷൈനി ബ്രൗൺ കളർ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കോപ്പർ. ഈ കോപ്പറിനെ നമ്മൾ നല്ല ചൂടാക്കുമ്പോഴത്തേനും നമുക്കൊരു ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് കിട്ടും. ആ ബ്ലാക്ക് കളർ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കോപ്പർ 2 ഓക്സൈഡ് എന്ന് പറയും. അതൊന്ന് ഓർമ്മിക്കുക, എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എ ഷൈനി ബ്രൗൺ കളർ സബ്സ്റ്റൻസ് ഈസ് കാൾഡ് കോപ്പർ ആൻഡ് എ ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ഈസ് കാൾഡ് കോപ്പർ 2 ഓക്സൈഡ്. അപ്പൊ ഈ റിയാക്ഷനിൽ നോക്കുമ്പോഴത്തേനും അറിയാം, ഇവിടെ നോക്കുക കോപ്പറിന്റെ കൂടെ ഓക്സിജൻ ഇരിപ്പുണ്ട്, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ കോപ്പറിന്റെ കൂടെ ഓക്സിജൻ ഇല്ല. അപ്പൊ ഇവിടെ ഓക്സിജൻ വന്നിട്ട് റിമൂവ് ആയി, കോപ്പർ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ആയിട്ട് കോപ്പർ കിട്ടി. അപ്പൊ ഓക്സിജൻ റിമൂവ് ആയാല് നമ്മൾ അതിനെ റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ വാട്ടർ ഉണ്ട്. ഈ ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ ഇല്ല, പക്ഷെ ഇവിടുത്തെ ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജനിൽ ഓക്സിജൻ ആഡ് ആയി. ആഡിങ് ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിഡേഷനും റിഡക്ഷനും ഒരു റിയാക്ഷനിൽ കമ്പൈൻ ചെയ്ത് വന്നാൽ ആ റിയാക്ഷനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 5 ടൈപ്പ് ഓഫ് റിയാക്ഷനും നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ആണ്. അപ്പൊ ഈ 5 ടൈപ്പ് ഓഫ് റിയാക്ഷനും വിത്ത് എക്സാമ്പിളിന്റെ കൂടെ ഒന്ന് പഠിക്കുക. 1 മാർക്കിന് ചോദിക്കാനോ അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിട്ട് കാണാം. അതുവരെയ്ക്കും നമസ്കാരം.